ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എനിക്ക് പീരീഡ്സ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വയറുവേദനയൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ തുടങ്ങിയിട്ട് നല്ല കിടപ്പായിരുന്നു. സോ എനിക്ക് പീരീഡ് ആവുന്ന ടൈമിൽ ഇങ്ങനെ സ്വീറ്റ്സിനോടൊക്കെ ഭയങ്കര ക്രേവിങ് തോന്നാറുണ്ട് കേട്ടോ. കൂടുതലും സ്വീറ്റ്സിനോടാണ് തോന്നാറ് കേട്ടോ. മധുരത്തിനോട് ഭയങ്കര ക്രേവിങ് തോന്നാറുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം അങ്ങനെ തോന്നിയത് ചോക്കോ ബ്രൗണീനോടാണ് കേട്ടോ. അപ്പോൾ എലൈറ്റിൻ്റെ ചോക്കോ ബ്രൗണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ അതെനിക്ക് കഴിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്രമല്ല എനിക്ക് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു ചോക്കോ ബ്രൗണി. അപ്പോൾ ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു എനിക്ക് ഈ ഒരു ടൈമിൽ എനിക്ക് അത് കഴിക്കണമെന്ന് നന്നായിട്ട് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഡേ എന്തായാലും കിട്ടിയില്ല, പിറ്റേ ദിവസമാണ് കിട്ടിയത് കേട്ടോ. കിട്ടിയ പാടെ അത് കഴിക്കാനുള്ള ഒരു വെപ്രാളമായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലാണ്, ആ ചോക്ലേറ്റിൻ്റെ സ്മെല്ലൊക്കെ അടിപൊളിയാണ് കേട്ടോ. ശരിക്കും നമുക്ക് ഇങ്ങനെ വെയ്യാതൊക്കെ ഇരിക്കണം നേരത്തെ ഇഷ്ടപ്പെട്ടത് കിട്ടുമ്പോൾ ആ ഒരു ഇത് കുറയുമല്ലോ, ആ ഒരു ഫീലിങ്സ് കുറയുമല്ലോ, അങ്ങനെ തോന്നിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്ത് കുറച്ച് കട്ടിയായിട്ടൊരു ടെക്സ്ചറാണ് കേട്ടോ. ചോക്ലേറ്റിൻ്റെ തന്നെ കുറച്ച് ഹാർഡ്നെസ് പോലെയാണ്, പക്ഷെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അത് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു മെൽറ്റായിട്ട് ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റായിട്ട് വരില്ലേ, അതേപോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നല്ല രസമാണ് കേട്ടോ അത് കഴിക്കാൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങി കഴിക്കാറുള്ള ഒരു സംഭവം കൂടിയാണ് കേട്ടോ. എനിക്ക് എലൈറ്റിൻ്റെ ഈ ഒരു ചോക്കോ ബ്രൗണി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. പൊതുവേ എനിക്ക് ബ്രൗണി ഇഷ്ടമാണ്, അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒന്നും കൂടി സ്പെഷ്യലാണ് കേട്ടോ. അപ്പം ഞാനിത് ഇടയ്ക്ക് കഴിക്കണോണ്ട് തന്നെയാണ് തോന്നുന്നത് എനിക്ക് നല്ല രീതിയിൽ ക്രേവിങ്സും തോന്നിയായിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വെയ്യാതിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടി പറഞ്ഞാൽ ഭയങ്കര ആശ്വാസമായിരിക്കില്ലേ. ആ ഒരു പെയിൻ ഉണ്ടാവുന്ന ടൈമിലൊക്കെ കുറച്ചൊന്ന് റിലീഫാവും. ആ വേദനയിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ടൊന്ന് റിലീഫായി വരും. അപ്പം ഞാൻ അതെന്തായാലും കംപ്ലീറ്റ് ആയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സംഭവം കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആർക്കൊക്കെ ഇതേപോലെ പീരീഡ്സ് ടൈമിൽ ഇതേപോലെ ക്രേവിങ്സ് തോന്നാറുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.